സുധിയുടെ കല്യാണക്കുറി പൂജിക്കാനായി അച്ഛനോടൊപ്പം അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയും രേവതിയും. സച്ചിയോട് തേങ്ങയെടുത്തുടക്കാൻ രേവതി പറഞ്ഞപ്പോ സച്ചി അത് ഉടക്കുന്നുണ്ട്. അതിന്റെ പീസ് എടുത്ത് രേവതിക്ക് കൊടുക്കുകയാണ് സച്ചി. രേവതി അത് കടിച്ചു തിന്നുന്നത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി ഈ തേങ്ങ പച്ചക്ക് കഴിക്കുന്നത്? അത് കേട്ട് രേവതി, പിന്നെന്താ, ഞാൻ ഇത് വേവിച്ച് കഴിക്കണോ? ഞാൻ അമ്പലത്തിലേക്ക് പൂകെട്ടാനൊക്കെ പോകുമ്പോ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പൊ ഈ തേങ്ങയാണ് ഞങ്ങൾ കഴിക്കാറ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, വേണമെങ്കിൽ നിങ്ങളും കഴിച്ചു നോക്ക്. അങ്ങനെ രേവതി പറയുകയാണ്. അത് കേട്ട് സച്ചി ആ തേങ്ങ മൊത്തം കടിച്ചു തിന്നാൻ നോക്കുന്നുണ്ട്. അയ്യോ, അത് മൊത്തം അങ്ങനെ കടിക്കരുത്, തേങ്ങ മാത്രം എടുത്ത് കടിക്ക്. അങ്ങനെ രേവതി ആവശ്യപ്പെട്ടപ്പോ സച്ചി രേവതിയോടൊപ്പം ആ തേങ്ങ ആസ്വദിച്ചു നിന്ന് കഴിക്കുകയാണ്. അത് അച്ഛനും മുത്തശ്ശിയും ദൂരെ നിന്നും കാണുന്നുണ്ട്. സച്ചി ഇവിടേക്ക് വന്നതിന് ശേഷം അവന് നല്ല മാറ്റമുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോ, ഇവരെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട, രേവതി നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്, ഉടനെ സച്ചിയെ അവൾ മാറ്റിയെടുത്തോളും. അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് അച്ഛനെ യാത്രയാക്കി അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. മുത്തശ്ശി രാത്രി വന്ന് ഒരു ഗ്ലാസ് പാലെടുത്ത് രേവതിക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇതില് പാലാണ്, നീ കുടിച്ചിട്ട് ബാക്കി അവന് കൊടുത്തേക്കണം. അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ, അയ്യോ മുത്തശ്ശി, സച്ചി കുടിക്കില്ല, വേണ്ടാന്ന് പറയുമെന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ അവൻ വളരെ നല്ലവനാണ്, നീയും നല്ലവളാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നന്നായി ജീവിക്കണം. ദേഷ്യമൊക്കെ മാറ്റി നീയും അവന്റെ മനസ്സറിഞ്ഞ് പെരുമാറണം. ഇത് പിടിക്ക് എന്ന് പറഞ്ഞ മുത്തശ്ശി അത് രേവതിക്ക് കൊടുത്തുവിടുന്നുണ്ട്. അങ്ങനെ രേവതി റൂമിലെത്തി ഇതാ പാലെന്ന് പറഞ്ഞ് അത് സച്ചിക്ക് നേരെ നീട്ടുകയാണ്. ഞാൻ കുടിക്കാറില്ലെന്ന് നിന്നോടന്നേ പറഞ്ഞതല്ലേ, എനിക്കിത് വേണ്ട, നീ തന്നെ കുടിച്ചാ മതി. അങ്ങനെ സച്ചി പറയുമ്പോ മുത്തശ്ശി കൊടുത്തുവിട്ടതാണെന്ന് പറയുകയാണ് രേവതി. എന്നാ ഇങ്ങ് തന്നേക്ക്. അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി ആ പാല് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പകുതി കുടിച്ച് ബാക്കി പാല് രേവതിക്ക് കൊടുക്കുകയാണ്. രേവതിയും ആ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ, എന്റെ പായും തലയണയും കാണുന്നില്ലല്ലോ, അതെവിടെ പോയി എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന് രേവതി പറഞ്ഞപ്പോ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് സച്ചി അന്വേഷിക്കുന്നുണ്ട്. നിന്റെ പായും തലയണ എടുത്തോണ്ട് പോയതേ ആ പാറുവാ, നീ ആ കട്ടയിൽ കിടന്നാ മതി. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി സച്ചിയെ വീണ്ടും റൂമിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. ഇന്നു മുതലേ അവർ നല്ല രീതിയിൽ ജീവിതം തുടങ്ങണം. എന്റെ പേരക്കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഈശ്വര എന്നൊക്കെ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് രേവതി കേൾക്കുന്നുണ്ട്. അത് കേട്ട് രേവതി സച്ചിയെ നോക്കി ചിരിക്കുകയാണ്. പക്ഷെ സച്ചിയാണെങ്കിൽ ഇനി ഞാൻ എവിടെ കിടക്കുമെന്നാലോചിച്ച് രേവതിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. സച്ചി രാത്രിയില് എവിടെയാ കിടന്നതെന്നറിയാനായി മുത്തശ്ശി രാവിലെ തന്നെ ഡോറ് തുറന്ന് നോക്കുന്നുണ്ട്. സച്ചി ഒരു തുണി വിരിച്ച് നിലത്ത് കിടക്കുന്നത് കണ്ട് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി അടുത്തിരിക്കുന്ന ഗ്ലാസ് എടുത്ത് നല്ല ശബ്ദത്തില് താഴേക്ക് എറിയുന്നുണ്ട്. ആ ഞെട്ടയില് സച്ചി ഉണരുകയാണ്. ഇവനൊരു കുഞ്ഞ് പിറക്കാൻ വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചു, പക്ഷെ അത് നടക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പോകുന്നുണ്ട്. പിന്നീട് സച്ചി എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ, നിന്നോട് കിടക്കയിൽ കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോ, എനിക്ക് മുത്തശ്ശിന്റെ പഴയ ഒരു മുണ്ട് കിട്ടി, അതിൽ കിടക്കാൻ എന്ത് സുഖ, പിന്നെ മുത്തശ്ശിയുടെ കൈകൊണ്ട് എനിക്കൊരു കോഫി ഉണ്ടാക്കിത്താ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതിനെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളോട് പോയി ഉണ്ടാക്കി തരാൻ പറ. അങ്ങനെ മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട്. അവൾക്ക് കോഫി ഉണ്ടാക്കാനൊന്നും അറിയില്ല മുത്തശ്ശി, പക്ഷെ അവള് നന്നായി കറികളൊക്കെ ഉണ്ടാക്കും. രേവതി, ഈ മുത്തശ്ശി ഉണ്ടാക്കുന്ന കോഫി എങ്ങനെയാണെന്ന് നോക്കി അങ്ങ് പഠിച്ചോ, അതില് ഏലക്കയും ഇഞ്ചിയും ഒക്കെ മുത്തശ്ശി ചേർക്കാറുണ്ട് എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്.